ഈ കിടത്ത തീരുന്നേ എന്നാന്നാ കാത്തിരുന്നേച്ച് നിനക്കും മടുത്തില്ലയോ പെണ്ണേ? അപ്പച്ചൻ എന്താ എന്താ പറഞ്ഞാലും വേണ്ടാതിനെ വരത്തുള്ളൂ. കിടന്നാ മടിപ്പാന്നേ വാ അപ്പച്ച, നമുക്ക് തിണ്ണയ്ക്ക് പോയിരിക്കാം. എഴിച്ചേട്ടെ. എഴിച്ചേട്ടെ. ആരാ പെണ്ണേ തിണ്ണയ്ക്ക് വന്നിരുന്ന് ആരാണ്ട് ഏതാണ്ട് പറയുന്ന കൂട്ട്? അവിടെ എങ്ങും ആരും ഇല്ല അപ്പച്ച. അപ്പച്ചന് തോന്നുന്നയാ. വാ. ആരുമില്ല. ഇരുന്നാട്ടെ. ഇന്നലെ രാത്രി മൊത്തവും കിഴക്കേ അറയ്ക്കകത്ത് ആരാണ്ട് കരയുന്ന കേട്ട് ചാവു നേരത്ത് കരയുന്ന കൂട്ട്. ഉറങ്ങാൻ പേടിയാ പെണ്ണേ. ഒടുക്കം കണ്ണടഞ്ഞു വന്നപ്പോഴ് വന്ന് മുന്നിക്കൂട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആര് നിക്കുന്നെന്ന്? പഴയ ഓർമ്മയൊന്നും ഉള്ളീന്ന് പോത്തില്ല. ഇഞ്ചക്കാട്ടിപ്പെട്ട പഴന്തുണി കണക്ക് ഉള്ളിക്കിടന്ന് വെയിലും മഴയും കൊള്ളുവാ. നീ ഒന്നും മിണ്ടാത്ത എന്താ പെണ്ണേ? ചാവിന് കൂട്ടിരിക്കുമ്പോഴെന്തോ പറയാനല്ലയോ? അപ്പച്ചനല്ലയോ മിണ്ടുന്നേ. ഞാൻ എന്തുവേലും പറഞ്ഞ അപ്പച്ചൻ കേക്കുവോ? നേരം വെളുക്കുമ്പോഴും മുതല് ചാവിന്റെ കാര്യമല്ലയോ പറയുന്നേ? നേരാ പെണ്ണ് പറയുന്നേ. ഞാൻ തന്നെ സംസാരിക്കുന്നേ. ഒരിക്കലും ആരെയും ഞാൻ സംസാരിക്കാൻ സമ്മതിച്ചിട്ടുമില്ല. ഓരോന്നോർത്തിട്ടാ. സകലതും നഷ്ടപ്പെടുമ്പോഴ് മനുഷ്യന് ശപിക്കാനുള്ള ജനിച്ച ദിവസത്തെ തന്നെ. ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രാത്രി ശപിക്കപ്പെടട്ടെ. ആ ദിവസം അന്ധകാരാവൃതമാകട്ടെ. ആ ദിനത്തെ ദൈവം വിസ്മരിക്കട്ടെ. കാർമേഘം അതിൻ്റെ മേൽ ആവരണം ചെയ്യട്ടെ. അന്ധകാരം കൊണ്ട് അത് ഭീകരമായി തീരട്ടെ. ആ രാത്രി കട്ട പിടിച്ച ഇരുട്ടുകൊണ്ട് നിറയട്ടെ. ആണ്ടുവട്ടത്തിലെ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഗണത്തിൽ അത് അത് അതുൾപ്പെടാതെ പോകട്ടെ. അല്ലേ കുട്ടനോ? എന്താ പാടു? ഒന്നുമില്ലേ. എവിടെ പോയേച്ച് മരുന്ന്? നീ കുടി പോയേച്ച് വരുവാന്നേ. എന്റെ കുടിയിലോ? കാണാനെ കൊണ്ട് പോയാ. എന്തോനാടാ? അത്
കീച്ചേരിത്തറയില് ചാമ്പല് ചേർന്ന കാര്യത്തിനാന്നേ. ആയെന്തിനാടാ എന്നെ കാണുന്നേ? ചേറലിന് വേണ്ടിയുള്ള ചക്രം അക്കാമേടെ കൊടുത്താണല്ലോ. അവള് തന്നില്ലേ? ഇല്ലേ. ആയെന്താടാ? അത് പിന്നെ നാളേക്ക് ചേറല് വേണ്ടാന്ന് പറഞ്ഞേ. ചേറല് വേണ്ടാന്നോ? അല്ലേ? ആന്ന്, ചേറലിനും വേണ്ടി വരണ്ടാന്ന്. എന്താടാ കാര്യം? ചാമ്പല് ചേറലിന് വേണ്ടി വെച്ചല്ലയോ നാളെ? ആന്ന്, ഇന്നത്തേക്ക് ചെല്ലാനും പറഞ്ഞാ നേരത്തെ. ഇപ്പേ വന്നപ്പേ ചേരണ്ടാന്ന്. ആ, നീയേ നാളേക്ക് വന്നാ മതി. വല്യമ്പ്രാനെ, എന്താടാ? മല്ലൂക്കരേന്ന് ഒരു വല്യമ്മ വന്നേപ്പുണ്ടേ അവിടെ. മല്ലൂക്കരക്കാരി വല്യമ്മയോ? ആന്നു. ആ, നീ പൊയ്ക്കോ. എന്റെ കൊച്ചെ നല്ലപ്പം വരുവാ ഈ വഴിക്ക്. പപ്പടം വിൽക്കാനാന്നേ തലച്ചറ വഴിക്ക് പോകുന്ന നല്ലത്. ഇവിടെ എങ്ങ് 4 ഏക്കറത്തിന് വല്ലവും വാങ്ങി വാക്കാത്ത് വയ്ക്കണില്ലെന്ന്. പഞ്ഞ മൂത്ത് മുടിഞ്ഞ കരയാ. പിന്നെ കൊച്ചിനെ കണ്ട് കാര്യം പറയണ്ടായോ? അല്ലേ, കുടിയുടെയും കുടുംബത്തിന്റെയും കാര്യമല്ലയോ? അതല്ലയോ വലിയ കാര്യം. അതുകൊണ്ട് വന്നയാ. എനിക്കാന്നേ കൊച്ചിനെ അറിയത്തില്ല. പക്ഷേ ആവിള പഠിച്ച കുടിയിലെ പെമ്പിള്ളമാരെ എനിക്കറിയാം. എൻ്റെ അനുഭവം അതല്ലയോ കുഞ്ഞേ. ആ, കെട്ടിയേച്ച് വൈകിട്ടേച്ച് പോയ എന്നെ. എനിക്കാന്നേ അന്ന് വയസ്സ് 17 തികച്ചു വരത്തില്ല. അതാ പറഞ്ഞേ. ഓ, ഇനി ഈ വഴി അത്രയും നടന്നേച്ച് വേണ്ടായോ കുടിയിൽ പോവാനെ കൊണ്ട്. ഇരുട്ടിയേച്ചും പറ്റത്തില്ല അത്. പിന്നെ എൻ്റെ വകയിൽ ഒരു ഉടപ്പുറന്നാത്തിയുണ്ട്, പാലപ്പറമ്പി അപ്പുറത്ത്. അവിടെ കിടന്നേച്ച് നേരെ വെളുക്കുമ്പോൾ എഴുന്നേച്ച് പോവാം. അത്രേ പറ്റത്തുള്ളൂ. പക്ഷെ കുഞ്ഞേ, അവളൊരു പഞ്ഞക്കാരിയ. പറഞ്ഞേച്ചെന്തുവാ കാര്യം? കയ്യിലിരിപ്പിൻ്റെതായിരിക്കും. എന്നാലും നമ്മൾ ചെല്ലുമ്പോൾ ഒരു 2 ചക്രം കൊടുക്കണ്ടായോ? പിന്നെ വല്ലോ 2 ചക്രം കാണുമോ കുഞ്ഞെ എനിക്ക് തരാനെ കൊണ്ട്? വല്യമ്മേരിക്ക്. ആ, ഓ, എന്നാ ശരി. ശരി കുഞ്ഞെ, കർത്താവ് രക്ഷിക്കട്ടെ. ആ, അയ്യോ, 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 ഫു! ഇച്ചിരി വെള്ളം ഇങ്ങെടുത്താട്ടോ. നേരം പോയ അറിഞ്ഞേയില്ല. ഇച്ചിരി കൂടെ നേരത്തെ പോരാന്ന് വിചാരിച്ച.
അപ്പോഴാ ഒരു പുത്തൻ പ്രശ്നം. ദാ തിണ്ണയ്ക്ക് വെച്ചാട്ടെ. എണ്ണയ്ക്കായിട്ട് ചന്തയിൽ പോയായിരുന്നു. ഇച്ചിരി കശവിഷയുണ്ടായി. നമ്മുടെ കോതച്ചിറയിലെ ലോനാച്ചൻ കച്ചവടത്തിൽ കള്ളം കാണിച്ചു. ഇടയ്ക്ക് നിന്ന് കായ് തട്ടുന്ന പണി കുഞ്ഞേനെ അടുത്ത് വേവത്തില്ല. അല്ല, കഴിവക്കേട് കാണിച്ചാലും 4 പേര് കൂടെ നിൽക്കാൻ കാണുമല്ലോ. എന്ന് വെച്ച് കൊടുക്കാനുള്ളത് കൈ വെച്ചേക്കുന്ന ശരിയാവത്തില്ല. ഓ, നീ വിചാരിക്കുന്ന പോലൊന്നുമില്ല. പിടിച്ചു തള്ളിയപ്പോ ഏതാണ്ട് വന്ന് തെറ്റിക്കൊണ്ടതാ. ചില ചോര പോയി, അത്രയേ ഉള്ളൂ. കച്ചവടത്തിൽ ചതി ക്ഷമിക്കത്തില്ല കുഞ്ഞേനാ. അല്ലേലും ചതിക്കുന്ന സഹിക്കാൻ പറ്റത്തില്ല. അത് കച്ചവടം ആന്നേലും ജീവിതം ആന്നേലും ചതി ചതി തന്നെ. ആ പറഞ്ഞതാ നേര്. ചതി ചതി തന്നെയാ. നമ്മളും ചതിവൻ തന്നെ അല്ലയോ? നേര് പറ. നിങ്ങളിപ്പോ ചതിക്കുന്ന ആരെയാ? എന്നെയാണോ? അതോ മല്ലൂക്കരക്കാരി ആ തേവിടിച്ചിയോ? എന്താ നീ പറഞ്ഞേ? എനിക്കെല്ലാം അറിയാം. പോളി പറഞ്ഞേ വെച്ച് കര കയറാൻ നോക്കണ്ട നിങ്ങള്. എരണം കേട്ടവളെ, വായെ കൊള്ളുന്ന പറഞ്ഞാ മതി, ഇല്ലെങ്കിൽ ഞെക്കി കൊല്ലും ഞാൻ. എനിക്കിത് മതി. ചാവുന്ന ഈ കൈ കൊണ്ട് വേണം, ഒറ്റ നിമിഷത്തിൽ തീരണം. കർത്താവ് വിചാരിച്ച് തീറ്റിക്കല്ലേ. കഴിവക്കേട് പറയുന്നോടി. രാജകുഞ്ഞിന് നമ്മളെയൊന്നും ഓർമ്മ കാണത്തില്ല. അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓർത്താ 1-2 വർഷമേ കാണത്തുള്ളൂ. പക്ഷെ ആളുകൾ മാറുന്നത് പറയാൻ പറ്റുമോ? എന്നെ മനസ്സിലായില്ലയോ കുഞ്ഞേ? ഞാനേ കൈപ്പള്ളിത്തറയിലെ കുഞ്ഞുകുഞ്ഞിന്റെ മോനാ. നമ്മുടെ ഈച്ചാളി കുഞ്ഞുകുഞ്ഞച്ചനില്ലയോ, വലിയ കണ്ടത്തി പടിയിട്ടല്ലേ?
കിട്ടണോ? അതാന്ന് കിട്ടുന്നില്ല. ശോ, അല്ലേ ആരാണ്ട് അറിഞ്ഞോ? കർത്താവെ പറഞ്ഞാലേ അറിയത്തുള്ളൂ കേട്ടോ. രാജൻ കുഞ്ഞ് പറഞ്ഞത് നേരാ. പനച്ചമൂട്ടി മാറ്റമില്ലാത്തത് കരയ്ക്ക് മാത്രമേ ഉള്ളൂ. ആളോളെ അറിയണേ പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് ശരിയാ. ആ അങ്ങനെയൊക്കെ പറക്കാൻ പറ്റുമോന്ന്? ചെറുവരയിലെ കാവിയിൽ ഇളഞ്ഞപ്പോഴും പറിച്ചോണ്ട് തന്നേയും ഈച്ചേരിത്തറയെ പന്ത് കളിക്കുകയും ഒക്കെ ഇന്നലത്തെ കാര്യമല്ലയോ? ഇപ്പോഴല്ലയോ വലിയ തടി കൊടുക്കൊക്കെ ആയേ. കുഞ്ഞുഞ്ഞച്ഛൻ എങ്ങനെയുണ്ട് കിട്ടാ? കുഞ്ഞാണെങ്കിലല്ലയോ കഴിഞ്ഞ കർക്കിടകത്തിൽ മരിച്ചുപോയി. ആ കാലവെത്തിയാ നമ്മളായാലും പോണം. പറഞ്ഞേച്ചു എന്തോ വേണമെന്ന, പക്ഷെ അനുഭവിക്കാനും വേണ്ടി കിടത്തിയില്ല ദൈവം. മരിക്കുന്നതിന് തലേ ദിവസം കണ്ടയാ ഞാൻ. പുളിക്കത്തറ ഷാപ്പിൽ നിന്ന് ഒരു അടി ഉണ്ടാക്കിയതിന് ഞാൻ വന്ന് വിളിച്ചോണ്ട് പോയാ. കാലത്ത് പെമ്പള വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം കല്ലുപുറത്തെ തണ്ടാൻ വന്ന് ചാക്കാര പറയുന്നു കുഴഞ്ഞു വീണയാന്ന്. ഓ, മൂക്കത്ത് വിരൽ വെച്ച് പോകത്തില്ലയോ? അല്ല, രണ്ടാള് പിടിച്ചാലും കുടഞ്ഞു കളയുന്ന ശരീരമല്ലായിരുന്നോ? വലിയ അഭ്യാസിയായിരുന്നു. അല്ലേ ഇനി അതും പറഞ്ഞോണ്ടിരുന്നേച്ചും എന്തോ ചെയ്യാനാ? കർക്കിടക മഴയെന്ന് കൂട്ടി പെയ്തേച്ച് പോകുമ്പോ കുറെ പേരെ കാണാനാവും. അന്ന് കുഞ്ഞുഞ്ഞലായിരുന്നു, ഇനിയിപ്പോ നമ്മളൊക്കെ ആയിരിക്കും. ആ ആർക്കറിയാം. അതല്ലെന്നേ, പൊന്നപ്പം പോലീസ് കരയിലോട്ട് വരുന്ന എന്തോയിനാന്നാ ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. കഴിഞ്ഞ മാസമാ പെമ്പിളയെ കൊണ്ടുവന്ന് ചെറുവരയിലാക്കിയേച്ചും പോയെ. ഇനിയും ബന്ധത്തിനില്ലെന്ന് ഇതേപോലെ വള്ളത്തിരുന്ന് എന്റെ കൈക്കടിച്ച് സത്യം ചെയ്തയാ. അത് ദേവി പറയുന്നത് നേരാ. അതിനു മുമ്പ് മകരമാസത്തിൽ എണ്ണക്കാട്ട് അരിക്ക് പോയേച്ചും വരുമ്പോഴേ അക്കരെ കടവത്തുനിന്ന് ഇവിടെ വരെ എന്റെ ചെവിവട്ടം പറഞ്ഞയാ. പെണ്ണും പിള്ളെ ചെറുവരെ കൊണ്ടാക്കി ഇനി പറ്റത്തില്ല അവരുമായിട്ട്. പൊന്നപ്പം കുഞ്ഞ് പെമ്പിളെ തിരിച്ചു വിളിക്കാൻ വന്നയാണോ? ആന്ന്. അതിനിപ്പോ എന്താ വേണ്ടേ? അല്ലേ, ഇയാൾക്ക് തരുന്ന കടത്ത് കാശ, അല്ലാതെ കപ്പ കാശൊന്നും അല്ലല്ലോ. പിന്നെ അതിനുള്ള വിരിപ്പ് മതി. അല്ല, വള്ളം അക്കരയും തിരിച്ച് ഇക്കരെ വരുമ്പോഴേ പെമ്പറന്നോത്തെ അധികേറ്റ് വിട്ടേക്കല്ലേ. ആന്നേലും ഇയാൾക്ക് കടത്തുകൂലി തരുവേ? ഇയാൾ അതങ്ങ് നോക്കി വെച്ചാ മതി. പൊന്നപ്പനച്ചോ, ഇങ്ങനെ ആഴ്ചയ്ക്കും മാസത്തിനും അക്കരെ ഇക്കരെയും കൊണ്ടുവിടാനാന്നേ രമണിയുടെ അപ്പനോട് ഒരു വള്ളം വെപ്പിക്കാൻ പറയുന്നയാ നല്ലേ. അല്ലേ കൂട്ടപ്പാ? ആണ്ട ബേബിയെ, വേണ്ടാതീന പറഞ്ഞു കൊടുത്ത് എന്റെ കഞ്ഞിക്ക് മണ്ണ് നുള്ളി ഇട്ടേക്കല്ലേ. എന്റെ കുട്ടപ്പ, കാക്കി ഇട്ടതിന്റെ പേര് മുട്ടുകാലെ നിൽക്കാൻ വയ്യ. ഞാൻ എന്താ ഒരു തെറ്റ് ചെയ്തേ? ഇയാടെ കരയെ വന്നൊരു പെണ്ണ് കെട്ടി, അത്രേ ഉള്ളൂ. അതിനും വേണ്ടി കേൾക്കുകയും ചെയ്തു. പിന്നെ പെണ്ണ് കെട്ടുന്നതും പെമ്പളെ അവിടെ വീട്ടിൽ കൊണ്ടു വിടുന്നതുമെല്ലാം ആമ്പറന്നോന്മാർ ചെയ്യുന്നയാള്. അല്ലാതെ പെണ്ണും പെടക്കോടി ഇല്ലാതെ കാലത്തെ മുതൽ മുളം കടക്കി വെള്ളം വളക്കുന്ന ഇയാക്കിട്ട് ഞാൻ എന്തോ പറയാനാ? എടോ കുട്ടപ്പ, ഇയാള് പോയൊരു പെണ്ണ് കെട്ടി. തരം പറഞ്ഞ് ചീത്ത വിളിക്കാനാണേലും അതൊരു രസമാണോ? അടുപ്പിക്കടോ. വള്ളം എടുത്തിട്ട് ഇറങ്ങിയാ മതി. മഴ അങ്ങോട്ട് എടുത്തിട്ടോ. ഇറങ്ങിയാട്ടെ. രാജൻകുഞ്ഞ് എത്ര നാളുണ്ട്? ഒരു മാസമുണ്ട്. ചിലപ്പോ നേരത്തെ പോകേണ്ടി വരും. ട്രെയിനിങ്ങിന്റെ സമയമാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവുക. വൈകുന്നേരം ആവുമ്പോ വരാം. ശരി ശരി. അല്ലേ മേലെ എടുത്ത് രായം കുഞ്ഞല്ലയോ? ഒരു സിഗരറ്റ് ഇങ്ങാട്ടെ. ഒന്ന് നിക്കണേ. ഈ കല്ലുവിള വീട് ഏതാ? കല്ലുവിളയിലെ വീടോ? കല്ലുവിള വീട് രണ്ടുണ്ട്. കല്ലുവിള ചങ്കരച്ചാരുണ്ട്, കുഞ്ഞേറുക്കൻ അച്ചാനും ഉണ്ട്. അതിലേതാന്നാ? അത് തന്നെ, കല്ലുവിള കുഞ്ഞേറുക്കൻ. അത് ശരി, അത് നമ്മക്കുള്ള വീടാ. ആണ്ട നേരെ പോയാ പോസ്റ്റ് ഓഫീസാ. അതിനെതിരെ നിന്നൊരു കൊച്ചു തോടുണ്ട്, ഇറങ്ങി നടന്നാ മതി. അല്ല, കല്ലുവിളയിൽ ആരെ കാണാനാ? കല്ലുവിളയില്
കുഞ്ഞിറക്കൻ എന്ന് പറയുന്ന ആളെ കാണാനാ. എവിടുന്നാ? ഇച്ചിരി വടക്കുന്നാ. എന്നാ ശരി, ആട്ടെ. ബേബിയേ, അയാൾ എന്താ ചോദിച്ചേ? ഇല്ല പോയ ആളോ? ആന്ന് നമ്മുടെ കല്ലുവിളയിലെ ഉപ്പാപ്പനെ തിരക്കി. കുഞ്ഞിറക്ക മാപ്പിളയോ? ആ, ചിലപ്പോഴ് ദാനിക്കുട്ടിയുടെ കൂടെ ജോലി ചെയ്യുന്ന വല്ലവരും ആയിരിക്കും. ആ, ഡാനിക്കുഞ്ഞ് വേലയ്ക്ക് പോയേക്കുന്ന ബോംബെയിലും കണ്ടില്ലയോ? ആന്ന്, അവിടെ നല്ല ജോലിയാന്നാ പറയുന്ന കേട്ടെ. എന്നാ പിന്നെ വരട്ടെ പരമനച്ചോ. ഓ ഓ ശരി. ആ, ആ സിഗരറ്റ് ഇഞ്ഞാട്ടെ. ആ ആണ്ടേ. അയ്യോ, ഞാനങ്ങ് മറന്നുപോയാ. ഇഞ്ഞാട്ടെ. നല്ല മറവിയാന്നല്ലോ. ഇക്കണക്കിന് പെമ്പള വീട്ടിലോട്ടുള്ള വഴിയൊക്കെ മറന്നു പോകുമല്ലോ. പെമ്പള വീടാന്നും പറഞ്ഞ് വല്ല വീട്ടിലോട്ടും ചെന്ന് കയറിയേക്കല്ല്. എണ്ണക്കാട്ടെ കര കണക്കല്ല, ഇവിടെ എല്ലാം ചള്ളു മനുഷ്യരാ. ആഹാ, എന്നാ പിന്നെ അതൊന്നറിഞ്ഞു വെച്ചു ഉള്ളു ബാക്കി കാര്യം. ആ ഉം.